ഹലോ നമസ്കാരം, മനക്കോട്ടയിൽ നിന്ന് അർപ്പിത രവിന്ദാണ്. ഇന്ന് ഞാനൊരു സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇതെന്താ വെച്ചാൽ നമുക്ക് വീഡിയോന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യിപ്പിക്കുക, അതേപോലെ തന്നെ വീഡിയോന്റെ സൈസ് കൂട്ടുക, ഈ രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര സോഫ്റ്റ്വെയർ ആണ്. ഇത് മാത്രമല്ല ഇതിനകത്ത് വേറെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. മെയിൻ ആയിട്ട് ക്വാളിറ്റി എൻഹാൻസിംഗ് ആണ് ഇന്ന് കാണിക്കാൻ പോണത്. നമ്മുടെ റീൽസിലൊക്കെ ഇപ്പൊ നിങ്ങൾ അങ്ങനത്തെ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? ഇപ്പോൾ റീൽസിൽ പഴയ കാല വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇപ്പൊ കുറച്ചും കൂടെ ഭംഗിയായിട്ട് AI ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഗംഭീരമാക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ ആ ഒരു സെറ്റപ്പാണ് കാണിക്കാൻ പോണത്. നല്ല സോഫ്റ്റ്വെയർ ആണ്, അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഓപ്ഷൻസും പറയുന്നില്ല. അതിനകത്ത് ആ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യിപ്പിക്കുന്ന പരിപാടി എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കാണാം അല്ലേ? ഓക്കെ. യെസ്, അപ്പോൾ നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ കിട്ടണം അല്ലേ? അപ്പം ഞാൻ എന്തായാലും ഈ ഒരു ലിങ്ക് അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ലിങ്ക് വെച്ച് ഞാനൊന്ന് കയറി നോക്കുകയാണ് കേട്ടോ. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. റിപ്പയർ എനി കറപ്റ്റഡ് ഓർ അൺപ്ലേയബിൾ വീഡിയോ എന്നാണ് അവർ ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും കുറച്ച് ഗ്ലിച്ച് പോലെയൊക്കെ ആയിട്ടുള്ള വീഡിയോസ് അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ കുറച്ച് ഗ്രെയിൻ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ആദ്യം കാണിച്ചത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ്, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോസിനെ കളർ ചെയ്ത് തരും. അതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഈ 4D Dig എന്നുള്ള ഈ ഒരു സോഫ്റ്റ്വെയർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊന്നും നോക്കിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു പഴയൊരു വീഡിയോ ഒന്ന് പുതിയതാക്കാൻ പറ്റും നോക്കുക. അത് സൈസ് കുറവുള്ളൊരു വീഡിയോ നല്ല സൈസ് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 720 വീഡിയോ ഒരു 4K ആക്കാൻ പറ്റുമെന്നുള്ള പരീക്ഷണമാണ് അവിടെ നടത്താൻ പോകുന്നത്. അപ്പോൾ താഴെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടോ, അപ്പോൾ ഇങ്ങനത്തെ ഒരു കുറച്ച് ബ്ലറി ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് എങ്ങനെ നോർമലാക്കാം. ഇത് പിക്ചറാണല്ലേ? ഓക്കെ, പിക്ചറാണെങ്കിലും വീഡിയോ ആണെങ്കിലും. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ കളറാക്കാം, അങ്ങനത്തെ സെറ്റപ്പും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ താഴേക്ക് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇതിനെ ട്രൈ ഫ്രീ കൊടുത്താൽ തന്നെ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ആയിക്കോളും. അപ്പോൾ നിങ്ങളൊന്ന് ഫ്രീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. ഇൻസ്റ്റാളേഷൻ ഒന്നും അത്ര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ല. ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ സെറ്റപ്പ് ഫയൽ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ലാലേട്ടൻ്റെ ഇങ്ങനത്തെ ഒരു വീഡിയോ അല്ലേ, കുറച്ച് പഴയ വീഡിയോ ആണത്. വാലിന്മേൽ പോകുന്നുള്ള പാട്ട് അറിയാമല്ലോ. പിന്നെ അതിൻ്റെ വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 720 ആണ് കേട്ടോ. 1280 720 ഈ ഒരു സൈസിലുള്ളൊരു വീഡിയോ നമുക്ക് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കാം. ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള 4D Dig ഫയൽ റിപ്പയർ എന്നുള്ള സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാണ്. യെസ്, ഈ ഒരു സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. മുമ്പ് ഒരു വൈറ്റ് കളറിലായിരുന്നു, പുതിയ വെർഷൻ കുറച്ചും കൂടെ ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് വീഡിയോ റിപ്പയറും കാര്യങ്ങളല്ല കാണിക്കുന്നത്, വീഡിയോ എൻഹാൻസിംഗ് ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വീഡിയോ റിപ്പയറിംഗ് ഉണ്ട്, ഫോട്ടോ റിപ്പയർ, അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളുണ്ട്. ഓഡിയോ ഒക്കെ റിപ്പയർ ചെയ്യാൻ പറ്റുന്നവർ പറയുന്നത്. ഇവിടെ ഫയൽ റിപ്പയറിംഗ് ഉണ്ട്, അതായത് PDF വേർഡ് ഫയലൊക്കെ റിപ്പയർ ചെയ്യുന്നതാണ് പറയുന്നത്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല, അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഫോട്ടോ റിപ്പയർ ചെയ്യുന്നത് നോക്കേണ്ട കാര്യമില്ല, അങ്ങനത്തെ ഒരുപാട് നിങ്ങൾ സോഫ്റ്റ്വെയർസ് കണ്ടിട്ടുണ്ടാവും. ഇതേപോലെ വീഡിയോ റിപ്പയർ ആണ് നമുക്ക് ബുദ്ധിമുട്ട്. ഓഡിയോ റിപ്പയറും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു കാര്യമല്ല, AI എൻഹാൻസർ ആണ്. അപ്പോൾ നമുക്കിവിടെ വീഡിയോ എൻഹാൻസ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വാളിറ്റി അവർ കാണിച്ച പോലെ ഇങ്ങനത്തെ ഒരു വീഡിയോ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഫോട്ടോയും എൻഹാൻസ് ചെയ്യാം. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് ചെയ്യാം അല്ലേ. ഇവിടെ സ്റ്റാർട്ട് വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡ് കൂടുന്നുണ്ടോ? എന്തിനിങ്ങനെ ധൃതി കൂട്ടി പറയണം അല്ലേ? കേട്ടോ, സ്റ്റാർട്ട് വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വീഡിയോ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓൾറെഡി ഇവിടെ കുറച്ച് സാമ്പിൾ വീഡിയോസ് ഇവർ കാണിച്ചിട്ടുണ്ട്, അത് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതിൻ്റെ ആഡ് വീഡിയോ വഴി ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ചിട്ടുള്ള പോലത്തെ ഈ ഒരു പാട്ട് ഞാൻ ഇതിലേക്ക് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് വരാനൊന്നും അധികം നേരം പിടിക്കില്ലെങ്കിലും ഇത് സേവ് ചെയ്ത് എൻഹാൻസ് ആവാൻ കുറച്ച് സമയം പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 3 ഓപ്ഷൻസാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് ഇതിനകത്ത്. ജനറൽ മോഡൽ, ആനിമേ മോഡൽ, ഫേസ് മോഡൽ എന്ന് പറഞ്ഞ 3 ഓപ്ഷൻസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജനറൽ മോഡൽ എന്ന് പറയുന്നത് ഇപ്പോൾ അതിനകത്ത് കാണിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു വീഡിയോ എന്ന് വിചാരിച്ചു, ഒരു ഫേസ് ഫോക്കസ് ചെയ്തിട്ടല്ലാത്ത എന്തെങ്കിലും ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കൊടുത്താൽ മതി. നോർമൽ നിങ്ങൾക്ക് ആ വീഡിയോ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതാണ് കൊടുത്താൽ മതി. ആനിമേ മോഡൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കുറച്ച് സ്മൂത്തി ആയിട്ട് കുറച്ച് ആനിമേ മോഡലൊക്കെ ആക്കി തരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ. പിന്നെ ഫേസ് മോഡൽ, ഇപ്പോൾ ഞാൻ ഫേസ് മോഡലാണ് കൊടുക്കാൻ പോകണം. ഫേസ് മോഡൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫേസ് കുറച്ചും കൂടെ AI എൻഹാൻസ് ചെയ്ത് തരും. അപ്പോൾ ആ ഒരു ഫീൽ ഉണ്ട് ചെറുതായിട്ട്. ഇപ്പോൾ നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ ചില റീൽസൊക്കെ ഉണ്ടാവും ക്വാളിറ്റി കൂട്ടിയ ഫീൽ. ഇപ്പോൾ ഈ ഒരു ക്വാളിറ്റി വളരെ കുറവല്ലേ, അപ്പോൾ കണ്ണൊക്കെ ഒന്ന് AI ചെയ്തിട്ടുള്ള ഒരു ഫീലായിരിക്കും ഉണ്ടാവുക. റെസൊല്യൂഷൻ അതാണ് അത്ഭുതമായിട്ടുള്ള കാര്യം. കാരണം എന്താ വെച്ചാൽ നല്ല സൈസ് കൂട്ടി. ഇപ്പോൾ ഞാൻ 4K കൊടുക്കുന്നുണ്ട്, 5K കൊടുക്കാം കേട്ടോ, എത്ര വേണമെങ്കിലും കൊടുക്കാം. 4K 5K എങ്ങനെ വെച്ചാൽ ആ രീതിയിൽ കൊടുത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കസ്റ്റം ചെയ്തും കൊടുക്കാം. നിങ്ങൾക്ക് എത്ര സൈസ് വേണമെന്നുള്ളത് ടൈപ്പ് ചെയ്തും കൊടുക്കാം. പിന്നെ 2 കാര്യങ്ങളാണ് ഇവിടെ AI എൻഹാൻസ് വരുന്നത്, ക്വാളിറ്റി ഫസ്റ്റ്, സ്പീഡ് ഫസ്റ്റ്. നമുക്ക് ക്വാളിറ്റി ഫസ്റ്റ് കൊടുക്കാം, ക്വാളിറ്റി കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് ലോഡ് വരും. ഞാൻ വീണ്ടും പറയുകയാണ്, നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുറേ വീഡിയോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ അപ്ലൈ ഓൾ കൊടുത്തത്. ഇപ്പോൾ എന്തായാലും ഓൾറെഡി ഒരു വീഡിയോ ഉള്ളൂ, അപ്പോൾ നമുക്ക് ഏതായാലും കുഴപ്പമൊന്നുമില്ല, ഒറ്റൊന്ന് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് ഞാൻ എൻഹാൻസ് ചെയ്തത് 3x ആണ്, 3 മടങ്ങാണ് ഞാൻ അതിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ പോകുന്നത്.
അപ്പോൾ എന്നിട്ട് ഇവിടെ എൻഹാൻസ് ചെയ്യുക. ശ്രദ്ധിക്കുക, നല്ല ഗ്രാഫിക്സ് കാർഡുള്ള സിസ്റ്റമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുള്ളൂ. നല്ല ലോഡുണ്ട്, ഒരുപാട് സമയം ഗ്രാഫിക്സ് കാർഡ് ഉണ്ടായിട്ട് പോലും അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട് കേട്ടോ. യെസ്, ആ ഒരു വീടിൻ്റെ ആ ഒരു പ്രോസസ്സിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം 10 ഫ്രെയിംസ് വെച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പ്രിവ്യൂ കാണാൻ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ പ്രിവ്യൂ കണ്ട ശേഷം മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു പ്രോസസ്സിങ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇവിടെ ഒരു 10 ഫ്രെയിം വെച്ചാൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു സാമ്പിളായിട്ട് കാണിച്ചു തരും. സേവ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് നമുക്ക് നീറ്റായിട്ട് കറക്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ കണ്ടോ, ചെറിയൊരു മാറ്റങ്ങളൊക്കെ എന്തൊക്കെയൊക്കെയോ ഇവിടെ സംഭവിക്കുന്നുണ്ട്. എൻഹാൻസ് ചെയ്യുന്ന ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ആ ഒരു പ്രോസസ്സിങ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 ഫ്രെയിംസ് വെച്ച് ഇവിടെ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ മാറ്റം വന്നായിട്ട് കാണുന്നുണ്ട് അല്ലേ. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഒരു വീഡിയോൻ്റെ ഔട്ട്പുട്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫേസ് മോഡൽ അവിടെ 4K റെസൊല്യൂഷനിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാണ്. സേവ് കൊടുക്കുമ്പോൾ നമുക്ക് പാത്ത് എവിടെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഡെസ്ക്ടോപ്പിലേക്ക് ഞാൻ ജസ്റ്റ് സേവ് ഫോൾഡർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് സേവ് ആയിക്കോളും. യെസ്, നമ്മുടെ എക്സ്പോർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇവിടെ തന്നെ ഓപ്പൺ ഫോൾഡർ കൊടുത്തു കഴിഞ്ഞാൽ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഡെസ്ക്ടോപ്പിലുണ്ട് സംഭവം. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. രീതിയിൽ വന്നിട്ടുണ്ട് ഒരു. ഓക്കെ, അതിൽ അവർ ആ എൻഹാൻസ് ചെയ്തിട്ടുള്ള ഒരു ഫീല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ AI വീഡിയോസ് എല്ലാം കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ കണ്ടില്ലേ, ആ ഒരു കണ്ണൊക്കെ ഡിഫറൻസ് അറിയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് മുമ്പത്തെ വീഡിയോ ഒന്ന് കാണിക്കണം. അതായത് നല്ല ക്വാളിറ്റിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ റെസൊല്യൂഷൻ വന്നിട്ട് ഇവിടെ കണ്ട 1280 720 എന്നുള്ള ആ ഒരു റെസൊല്യൂഷൻ ഇറക്കണേ. നേരെ ഈ വീഡിയോനെ നോക്കി കഴിഞ്ഞാൽ കാണാം എത്രയാണ് കണ്ട 4K റെസൊല്യൂഷനിൽ കയറിയിട്ടുണ്ട്. നന്നായിട്ട് സ്കെയിലും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയും ആ രീതിയിൽ വന്നിട്ടുണ്ട്. കണ്ട ആ ഒരു AI ഫീൽ തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും രസമായിട്ട് ചെറിയൊരു അത്ര ക്വാളിറ്റി ലോസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഫേസിൻ്റെ ഒക്കെ ഭാഗത്ത്. പക്ഷെ ഇത് ഓരോ കണ്ണൊക്കെ സെപ്പറേറ്റ് വെച്ച് കൊടുത്തായിരിക്കും അല്ലേ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഈ എൻഹാൻസിങ് നടന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാവുന്നുള്ളൂ. ഫ്രീയിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളത് മേടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കൂടുതൽ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി വാങ്ങാം. ഇതിപ്പോൾ ലൈഫ് ടൈമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ $79 വരുന്നുള്ളൂ. അതെങ്ങനെയാ വെച്ചാൽ നിങ്ങൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഈ ഒരു സോഫ്റ്റ്വെയർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഇന്ന് ഞാൻ പുതിയ വീഡിയോസ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. കൂടെ നിന്നാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒരു മനക്കോട്ട. ക്യാമറമാൻ നിഷാന്ത് മോഹൻ, ഞാൻ അർപ്പിത രവീന്ദ്. താങ്ക് യു.